ഇതിലൊരു കബളിപ്പിക്കൽ നടക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ ഹിന്ദി അറിയാത്ത ആളുകളെ മൊത്തത്തിൽ ഒന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളും മറ്റ് സംഘികളും മറ്റ് ടീമുകളൊക്കെ. പി ഉസ്താദ് അവിടെ പോയി നടത്തിയ ചർച്ചകൾ എന്താണ് എന്നുള്ളത് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഉസ്താദിൻ്റെ ഒഫീഷ്യൽ പേജിലുണ്ട്, ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന പേജിലുണ്ട്, ഉസ്താദിൻ്റെ ഒഫീഷ്യൽ പേജിലുണ്ട്. അതിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലെന്താ പറയുന്നത്? മുസ്ലിങ്ങളെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വഖഫുമായി ബന്ധപ്പെട്ട വഖഫ് ഭൂമികൾ മുസ്ലിങ്ങളെ ഭൂമി പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഒന്ന്, മുസ്ലിങ്ങളെ വോട്ട് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടിമാറ്റുന്ന SIR വിഷയങ്ങൾ. രണ്ടാമത്, മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങളുടെ പള്ളികളും മറ്റു സ്ഥാപനങ്ങളും അതേപോലെ ചരിത്ര സ്മാരകങ്ങളൊക്കെ ശിവലിംഗം മറ്റേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചടക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ പള്ളികളും ചരിത്ര സ്മാരകങ്ങളും സംരക്ഷിക്കേണ്ട പ്രാധാന്യം. അതുപോലെ മുസ്ലിങ്ങൾ നേരിടുന്ന ഇൻജസ്റ്റിസ് ആയിട്ടുള്ള നിരപരാധികളെ, ഇന്നസെന്റ് ഇൻഡിവിജ്വൽസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അതുപോലെ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ മതസ്ഥാപനങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വളരുന്ന അട്രോസിറ്റികൾ. സൗത്ത് ഇന്ത്യയിൽ ആ പ്രശ്നമില്ല. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേക അതിൽ ഉസ്താദ് മെൻഷൻ ചെയ്ത നോർത്ത് ഇന്ത്യൻ ഇസ്ലാമിക് സ്ഥാപനങ്ങളെക്കുറിച്ച് പ്രശ്നങ്ങൾ വരുന്ന വിഷയങ്ങൾ. പിന്നെ അതുപോലെ മുസ്ലിങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചു. മൗലാന ആസാദ് സ്കോളർഷിപ്പ്, മുസ്ലിങ്ങൾക്കുള്ള സ്കോളർഷിപ്പിന്റെ പൈസ വെട്ടിക്കുറച്ചു, അതിനെക്കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ. ബറേൽവി വിഷയവുമായി ബന്ധപ്പെട്ട് നിരപരാധികളായ മുസ്ലിങ്ങളെ ജയിലിലടച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പിന്നെ അതുപോലെ കേരളത്തിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പണിയും നടക്കാതെ മുരടിച്ച് നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ തുടങ്ങി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മൊത്തം ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പത്രക്കുറിപ്പ് കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ പേജിൽ എഴുതിയിട്ടുള്ള പി ഉസ്താദ് ഈ രൂപത്തിൽ ഇന്ത്യയിൽ ഒരു മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഉസ്താദിനോട് ഈ ചാനൽ ഈ നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയതിൻ്റെ ശേഷം ഉസ്താദ് പുറത്തിറങ്ങി കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേശീയ ചാനൽ News 18 ഇംഗ്ലീഷ് ചാനൽ ഉസ്താദിനെ വിളിക്കുകയാണ്. ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചർച്ച ചെയ്തത്? മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അവസാനമായൊരു ചോദ്യം ചോദിക്കുന്നത്, ആപ് ദുനിയാമേ ജാക്കെ കഹത്തെ ഹേ ക്യാ ഇന്ത്യ മേ മുസൽമാൻ സേഫ് നെയ്യേ എന്ന്. അതായത് ലോകത്തിൽ ചെന്നിട്ട് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ചെന്നിട്ട് നിങ്ങൾ പ്രചരണം നടത്തുമോ, നിങ്ങൾ പ്രസംഗിക്കുമോ ഇന്ത്യ സേഫ് അല്ല എന്ന്, നിങ്ങൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സേഫ് അല്ല എന്നുള്ള പ്രചരണം നിങ്ങൾ നടത്തുമോ എന്നുള്ളത് മോദിയുമായി ചർച്ച നടത്തിയതിൻ്റെ ശേഷം ഈ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ചർച്ച നടത്തുന്നത്. ആ ആളോട് നാഷണൽ ടെലിവിഷൻ ചോദിക്കുകയാണ്, നിങ്ങൾ അതിൻ്റെ തൊട്ട് മുന്നേ ബംഗ്ലാദേശിനെ കുറിച്ച് പറയുന്നുണ്ട്, അവിടുത്തെ അസ്ഥിരതകളെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റു മുസ്ലിം രാജ്യത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ലിബിയ, സിറിയ, അവരൊക്കെ മുസ്ലിങ്ങൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫലസ്തീൻ ഉൾപ്പെടെ. അപ്പോൾ അതുപോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സേഫ് അല്ല എന്നുള്ളൊരു പ്രചരണം ആപ് ദുനിയാമേ ജാക്കെ കഹത്തെ ഹേ ക്യാന്ന്, അതായത് നിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രചരണം നടത്തുമോ എന്നാണ് പി ഉസ്താദിനോട് ചോദിക്കുന്നത്. ആ പ്രചരണം നടത്തുന്നതിന് ഉസ്താദ് എന്താ പറയുന്നത്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സേഫാണ്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് മദ്രസ നടത്താനും പള്ളി നടത്താനും അറബിക് കോളേജുകൾ നടത്താനും ഒക്കെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇവിടെ പലായനം ചെയ്യേണ്ടയോ മറ്റുള്ള വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ പ്രശ്നങ്ങളുണ്ട്, അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആഭ്യന്തരമായിട്ട് പ്രധാനമന്ത്രിയോടും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വിഷയം. ഈ ഹിന്ദി അതിപ്പോ ഏതൊരു നേതാവിനോടും നിങ്ങൾ ഭാരതത്തിന്റെ പുറത്തു പോയിട്ടോ അതല്ലെങ്കിൽ വേറെ രാജ്യങ്ങളോ ചോദിട്ടോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സേഫ് അല്ല അങ്ങനെ പ്രചരണം നടത്തുന്ന ഒരാളെ പിന്നെ ചർച്ചയ്ക്ക് സാധ്യതയില്ല. പിന്നെ നരേന്ദ്രമോദിക്ക് ഈ പി ഉസ്താദിന് അവിടെ നരേന്ദ്രമോദിയെ കാണാനുള്ള അവസരം പോലും ഇല്ല. ഇങ്ങനെ ഒരു പ്രചരണം നടത്തും എന്ന് പറയുന്ന ആളെ പിന്നെ എന്തിനാണ് ഇവിടെ ചർച്ചയ്ക്ക് നടത്തുന്ന ആവശ്യം? ചർച്ചകളാണ് ആദ്യം നടക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവിടെ പരിഹാരം കണ്ടെത്തുന്നതിന് ഭരണാധികാരിയോട് പറയലാണ് ഇത് മുസ്ലിങ്ങളെ മുഴുവൻ സേഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ എവിടുക്കാ ഓടിപ്പോണ്ടേ? സേഫ് അല്ലാത്ത രാജ്യങ്ങളിലുള്ള ആളുകളോടല്ലേ വേറെ രാജ്യത്ത് പോയിക്കോ എന്ന് പറയുന്നവർ? സേഫ് അല്ല എന്ന് പ്രചരണം നടത്തിക്കൊണ്ട് പിന്നെ ചർച്ചകൾക്ക് സാധ്യത